അടുത്ത് നമുക്ക് പരിചയമുള്ള സ്ഥലമാണ്. പേരൊന്നും പറയുന്നില്ല, സംഭവം പറയാം. വിദേശത്ത് വെച്ച്, ഗൾഫിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടുപോയി. ആ ചെറുപ്പക്കാരനായ ആ പുതിയാപ്പളുടെ മയ്യത്ത് കൊണ്ടുവരികയാ. 1-2 ദിവസം കഴിഞ്ഞു. ചെറുപ്പക്കാരിയായ ഭാര്യയുണ്ട്, 3 വയസ്സെങ്ങാനും പ്രായമുള്ള കുഞ്ഞുമുണ്ട്. എന്നാൽ എല്ലാ ദിവസവും ആ കുഞ്ഞിനോട് ഈ മൊബൈൽ ഫോണിൽ ഇമോ എന്ന് പറയുന്ന സമ്പ്രദായമുണ്ടല്ലോ, കണ്ടിട്ട് വിളിക്കാൻ പറ്റുന്ന സൗകര്യമാണ്. അങ്ങനെ ഫോണിലൂടെ എപ്പോഴും കണ്ട് സംസാരിക്കുന്ന ഉപ്പയാണ് ഈ ചെറുപ്പക്കാരനായ പിതാവ്. ആ കുഞ്ഞിനോട് ഫോണിലൂടെ കണ്ട് സംസാരിക്കുന്നു. പക്ഷേ ആക്സിഡന്റിൽപ്പെട്ടു മരിച്ചു. 1-2 ദിവസം കഴിഞ്ഞു മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ മയ്യത്ത് സ്വന്തം ഭാര്യയ്ക്ക് പോലും കാണിച്ചു കൊടുത്തിട്ടില്ല. ആ 3 വയസ്സുള്ള കുഞ്ഞിനും കാണിച്ചു കൊടുത്തിട്ടില്ല. എന്തേ കാരണം? കാണിക്കാൻ പറ്റുന്നൊരു രൂപത്തിലല്ല, അല്പം പ്രയാസത്തിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. നല്ല ചെറുപ്പക്കാരനാണ്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോ ഉപ്പ ഫോൺ വിളിക്കാത്തത് കണ്ടപ്പോ, ഉപ്പ എന്താ എന്നെ വിളിക്കാത്തത്? ഉപ്പ എപ്പോഴും എല്ലാ ദിവസവും ഗൾഫിൽ നിന്ന് ഇമോയിലൂടെ എന്നെ നേരിട്ട് കണ്ടിട്ട് വിളിക്കുന്നതാണല്ലോ. ഭർത്താവ് മരിച്ചതിന്റെ സങ്കടം സഹിക്കാൻ കഴിയാതെ കിടക്കുന്ന ഉമ്മാന്റെ അരികെ വന്നിട്ട് ആ കുഞ്ഞു ചോദിക്കുകയാ, ഫോൺ എടുത്തു കൊണ്ടുവന്ന് ചോദിക്കുകയാ, ഉമ്മാ ഒന്ന് ഉപ്പാനെ വിളിക്ക്, എനിക്ക് ഉപ്പാനെ കാണണം. ഉപ്പ ഇന്നലെയും വിളിച്ചിട്ടില്ലല്ലോ, ഉപ്പ മിനിഞ്ഞാന്നും വിളിച്ചിട്ടില്ലല്ലോ, ഉപ്പ എല്ലാ ദിവസവും വിളിക്കുന്നതാണല്ലോ, എനിക്കെൻ്റെ ഉപ്പാനെ കാണണം, എനിക്കെൻ്റെ ഉപ്പാനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ മൊബൈൽ ഫോൺ വെച്ച് നീട്ടുമ്പോ ആരെ വിളിക്കാനാ പറയണത്? പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലെ മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഉപ്പാനെ വിളിക്കാനാണ്. പക്ഷേ ഉപ്പ മരിച്ചു എന്ന വിവരം ഉൾക്കൊള്ളാൻ കഴിയാതെ, അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം പോലും തികയാത്ത കുഞ്ഞു ഉമ്മയോടിത് പറയുമ്പോൾ, എനിക്കെൻ്റെ ഉപ്പാനെ ഫോണിലൂടെ കാണണം, സംസാരിക്കണമെന്ന് പറയുമ്പോൾ കരയാനല്ലാതെ അവർക്ക് നിവൃത്തിയില്ല. അല്ലാഹ, ഉമ്മാക്ക്, ആ ഭാര്യക്ക് നീ ക്ഷമ നൽകണേ അല്ലോ. പ്രിയമുള്ളവരെ, ജോലിക്ക് വേണ്ടി പോയതാണല്ലോ, കുടുംബം പോറ്റണമെന്ന് കരുതിയിട്ടല്ലേ നാടും വീടും കുടുംബവും ഭാര്യയും മക്കളും എല്ലാം ഒഴിവാക്കിയിട്ട് ഗൾഫിലേക്ക് പോയത്. ആരോഗ്യത്തോടെ പോയവനാണ്, വന്നതോ മയ്യത്ത് കട്ടിലിലാണ്.